ഈ വീഡിയോ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കണക്ട് ആവാൻ ചാൻസ് ഉള്ളത് ഏതെങ്കിലും മിഡിൽ ക്ലാസ് ടീംസിനായിരിക്കും. മിഡിൽ ക്ലാസ്സിൽ ബോയ് ഓർ ഗേൾ. കാരണം നമുക്ക് ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ ചോദിക്കാൻ ഒക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ നമ്മൾ കൂടുതലും ഈ എന്തെങ്കിലും പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഓരോ വർക്കിനോ മെയിൻലി എല്ലാവരും കാറ്ററിംഗ് വർക്ക്സിനൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കഴിവുമില്ല, ഒരു പണിക്കും ഇല്ല എന്നൊക്കെ വിചാരിച്ച് നമ്മ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബാഡായിട്ട് ചിന്തിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇതേപോലെ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാണ്. ഞാനിപ്പോൾ ഇത്ര നാളായിട്ട് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ചെറിയ ലിസ്റ്റ് ഇട്ടുണ്ട്. കൂടുതലായിരിക്കും ഇപ്പം എന്നെ അറിയണമെന്ന് ഞാൻ മറ്റേ റാസ്ബി എന്ന് പറഞ്ഞ കാണില്ല, റാസ്ബി എന്ന് പറഞ്ഞ ടീഷർട്ട് ബ്രാൻഡ് റൺ ചെയ്തായിരിക്കും കൂടുതലായിരിക്കും അറിയാവുന്നത്. പക്ഷേ ഒരു 2017 തൊട്ടിട്ട് 2025 വരെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ 39 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ആശ്ചര്യം വിചാരിച്ചു. കാരണം ഈ ഒരു കുറഞ്ഞ ലെവലിൽ 39 വെറൈറ്റി ജോബ്സ് എല്ലാം ഒന്നിനൊന്നോട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ജോബ്സ് ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഇപ്പൊ ഇത്രയും ജോബൊക്കെ ചെയ്തല്ലേ, ഐ ഡിസേർവ് ആൻ ഇന്റർവ്യൂ. ഓക്കെ, പക്ഷേ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല ഇവിടെ. നമുക്ക് ഇതൊക്കെ ഒന്നും വലിയ കാര്യമൊന്നുമല്ല. എന്നെക്കാൾ ഇതേപോലെ നൂറുകണക്കിന് വെറൈറ്റി ജോബ്സിന് പോയേക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പൊ ഒരു മറ്റേ താപ്പറിന്റെ ഇന്റർവ്യൂ ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവസാനം പിന്നെ നമുക്ക് ഇപ്പോ ഫ്യൂച്ചർ ഇസ് AI ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ നമുക്ക് AI കൊണ്ട് തന്നെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യിപ്പിക്കാൻ നമുക്ക് വിചാരിക്കുമല്ലോ, നമ്മളാരെങ്കിലൊക്കെയാണ് നമുക്കൊരു തോന്നൽ വരുമല്ലോ, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്ന് പറയണ പോലെ. അങ്ങനെ ഞാൻ ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ ChatGPT മോൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ ChatGPT മോള് പറഞ്ഞു, ഓ യു ആർ യു ആർ സച്ച് എ ബ്രില്യൻ ഹായ് എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ ഞങ്ങൾ പൊക്കി പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞു, അന്ന് നമുക്കൊരു ഇന്റർവ്യൂ എടുക്കാം. അവളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പൊ നീ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോബ്സിന്റെ ഞാൻ ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഒരു ഇതെല്ലാവരും ഇവിടെ പോയേക്കണ ജോലികളാണ്. ഇതിൽ പുതുമയൊന്നുമില്ല, വലിയ സംഭവമില്ല. കാരണം ഒരു മിഡിൽ ക്ലാസ് ബോയ്സും ഗേൾസും ഒരുവിധം ചെയ്തേക്കാവുന്ന വർക്ക്സ് ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നിങ്ങളും ഇതേപോലെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും എന്തോരം വർക്കുകൾക്ക് നിങ്ങൾ ഈ ഒരു കാലയളവിൽ പോയിക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ തുടങ്ങാം. ChatGPT. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂർ ആണ്. ജെൻസി സ്മൈലോ എമ്പതിയോടെയും ചോദ്യം ചെയ്യാൻ ഇവിടെയുണ്ട്. നാം ഇന്ന് സുഹേൽ ഷക്കീറിന്റെ മനോഹരമായ യാത്രയെക്കുറിച്ച് 2017 മുതൽ 25 വരെയുള്ള ഹസോ, ഓരോ ജോലി, ഓരോ ടഫ് ലെസൺ, ഓരോ വിജയവും ഉൾപ്പെടുത്തി സംസാരിക്കാൻ പോകുന്നു. ഇപ്പൊ നമുക്ക് ഇന്റർവ്യൂ വീണ്ടും തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്ക് ടു ദി ബിഗിനിങ്. 2017 ആദ്യം ചെയ്ത ആ ജോലി? ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു പുല്ല് വെട്ടാനും പ്രഷർ പമ്പ് ക്ലീനിങ്ങും ആയിട്ടുള്ള ഒരു വർക്കിനാണ് പോയത്. അത് വീടിന്റെ അടുത്തായിരുന്നു. രണ്ടാമത്തെ ദിവസം പാലാരിവട്ടത്തായിരുന്നു. അതൊരു സിമെന്റ് കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ വെള്ളം അടിച്ച് പ്രഷർ പമ്പ് വെച്ച് അടിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു വർക്കായിരുന്നു. അതിന്റെ സാലറി ഒരു 350-400 എന്താണ്ടായിരുന്നു അന്ന് കിട്ടിയത്. അടിപൊളി. അങ്ങനെ വീടിന്റെ അടുത്ത് പുല്ലുവെപ്പലും പിന്നെ കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ പ്രഷർ പമ്പ് കൊണ്ട് ക്ലീൻ ചെയ്യുന്ന പോലുമുള്ള ജോലികളും ഇച്ചി മിക്സ് ആയിരുന്നു. 150-400 രൂപ സാലറി കിട്ടിയാലും ആ സമയത്ത് അതിന്റെ ത്രില്ല് തന്നെ വേറെ. അധികം നമുക്ക് സംസാരിക്കണ്ട, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അച്ചോ അല്ലേ, പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നേരെ പോകാം. സ്ക്രോളിംഗ്. അടുത്തത് അതിന്റെ പേയ്മെന്റ് ഒക്കെ കിട്ടിയപ്പോ, എസ്പെഷ്യലി ആ സമയത്ത് അത് ഓർത്താൽ ഒരു സ്ലൈറ്റ് ചിരി വരുമല്ലോ. ചിരി വന്നു. അങ്ങനെയാണല്ലോ, അതെല്ലാം ഓർത്തു വരുമ്പോ സ്ലൈറ്റ് nostalgia laugh വരുന്നത് തീർച്ച. So let's just keep this vibe going, Gen Z style. Next up, when you got that first pay, what did you do with it back then? മലയാളത്തിൽ ചോദിച്ചാൽ പോരെ, ഇത് എനിക്ക് എല്ലാ ഇംഗ്ലീഷും വെറുതെ എന്ത് ചെയ്യണം, എല്ലാവർക്കും മനസ്സിലാവണം. ശരി, കംപ്ലീറ്റ്
കംപ്ലീറ്റ് മലയാളത്തിൽ തന്നെ തുടരാം, സോ ആർക്കും കൺഫ്യൂഷൻ ആവില്ല. ലെറ്റ്സ് ഫ്ലിപ്പ് ഇറ്റ് ഫുൾ മലയാളം മോഡ്. അപ്പൊ നീ ആദ്യമായി ആ പണം കിട്ടിയപ്പോ അന്നത്തെ കാലത്ത് അതുകൊണ്ട് നീ എന്താണ് ചെയ്തത്? ഞാനെന്നാ പൈസ 100 രൂപ എന്താണ്ട് ഞാൻ വെല്ലുമ്മാക്ക് കൊടുത്തായിരുന്നു. ഫ്രൂട്ട്സ് എന്തോ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പിന്നെ വീട്ടിലേക്ക് ആദ്യത്തെ ശമ്പളമുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് എന്തൊക്കെയോ വാങ്ങിച്ചതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റ് എനിക്ക് അതിൽ വലിയ ഓർമ്മയില്ല. എന്നാലും വെല്ലുമ്മാക്കൊരു ഫ്രൂട്ട്സ് എന്തോ വാങ്ങിച്ചു കൊടുക്കേ 100 രൂപ കൊടുക്കുക എന്താണ് ചെയ്തായിരുന്നു. അത് കേൾക്കുമ്പോ തന്നെ മനസ്സിൽ വരുന്നത് അതൊരു പ്യുവർ ഹോൾസം വൈബാണ്. സോ ആദ്യം കിട്ടിയ പണം വല്യമ്മക്കൊക്കെ ഫലങ്ങൾ വാങ്ങിക്കൊടുത്തു എന്നത് കേൾക്കാൻ ആ ഫീൽ തന്നെ. alright, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡി? ആ ഫസ്റ്റ് ജോബ് നിന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് തരാൻ സഹായിച്ചോ? ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത്തിരി ലോങ്ങിൽ ജോബിന് പോകുന്നത്. ആ ജോബ് ഉണ്ടായിരുന്നത് പാലാരിവട്ടത്തായിരുന്നു. പാലാരിവട്ടം അമൃതയുടെ എന്തോ ഒരു ബിൽഡിങ്ങിന്റെ വർക്കായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായിരുന്നു ഇച്ചിരി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു. ഒറ്റക്ക് ജോലിക്കൊക്കെ പുറത്തൊക്കെ പോവാന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. അതെ അതെ, അണ്ടർസ്റ്റുഡ്. അപ്പൊ ആ ആദ്യത്തെ ജോലിക്ക് പോകുന്ന അനുഭവം തന്നെ നിന്നെ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് തരുന്ന പോലെ ആയിരുന്നു. സോ ലെറ്റ്സ് കീപ് ഇറ്റ് റോളിംഗ് ഇൻ ദാറ്റ് സെയിം വൈബ്. നെക്സ്റ്റ് അപ്പ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫണിയസ്റ്റ് മൊമെന്റ് ഫ്രം യുവർ ഗ്രാസ് കട്ടിംഗ് ഡേയ്സ്. എന്താണ് ഒരുപാട് ചിരിപ്പിച്ച ഒരു സംഭവം? അന്ന് വലിയ ഫണ്ണി ഒന്നും ഉണ്ടായില്ല. നട്ടുച്ചക്കായ കാരണം വലിയ ഫണ്ണി ഒന്നും ഉണ്ടായില്ല. അടുത്ത ചോദ്യം. അല്ലേ, ഒരുപാട് ഫണ്ണി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നാൽ ഓക്കെ, ലെറ്റ്സ് സ്കിപ്പ് ദാറ്റ് പാർട്ട്. ഫുൾ ജെൻസി മോഡൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെന്ന് നേരെ മൂവ് ചെയ്യാം. സോ ലെറ്റ്സ് ജസ്റ്റ് ജംപ് ഇൻടു ദ നെക്സ്റ്റ് വൺ വിതൗട്ട് മിസ്സിംഗ് എ ബീറ്റ്. അടുത്ത ചോദ്യം ചോദിക്കുവണ്ണേ. Absolutely. Let's keep it going. So, next up, അന്ന് നിനക്കൊക്കെ ഇതൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു? ഇല്ല, അന്ന് അധികം പേർക്കൊന്നും അറിയാൻ പാടില്ല ഇങ്ങനെ വർക്കിന് പോണ കാര്യമൊക്കെ. അടുത്ത ചോദ്യം. ചെറുതായി. Got it. അപ്പൊ ആരും സ്പെഷ്യൽ ആയിട്ട് ഇതൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ let's not waste any time there. Next, so tough lessons ഓട് തുടങ്ങാം. ഈ ചെറിയ ചെറിയ ജോലികളിൽ നിന്നും ടഫായ അനുഭവം അല്ലെങ്കിൽ ടഫസ്റ്റ് ജോലിയിൽ നിന്നും ഉണ്ടായ ഒരു വലിയ പാഠം എന്തായിരുന്നു? Let's keep it going from there. ടഫസ്റ്റ് ജോലിയായിട്ട് എനിക്ക് തോന്നിയത് കപ്പലിലെ ഒരു ജോലിയായിരുന്നു. അത് കപ്പലിന്റെ ഓയിൽ ടാങ്ക് ക്ലീനറിന്റെ ഓയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു വർക്കായിരുന്നു. അത് കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുമ്പോൾ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പൊ ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാലറി പേയ്മെന്റ് കിട്ടിയ വർക്കുകളിൽ ഒന്നായിരുന്നു അത്. പക്ഷെ അത് ഇത്തിരി ആ, പ്രശ്നമാണ്. എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്കറിയാൻ പാടില്ല. സ്ഥിരം ജോലിക്ക് പോകുന്ന ഒരുപാട് പേരുണ്ടായില്ല. വാ വാ, അത് കേട്ടാൽ ശരിക്കും അറിയാം ടഫായിരുന്നു എന്ന്. കപ്പലിന്റെ അടിത്തട്ടില് ഓയിൽ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് ശരിക്കും ശ്വാസം മുട്ടുന്നതും ഒക്കെ ആയിരുന്നു. പക്ഷെ അതോടൊപ്പം നല്ല പേയ്മെന്റ് കിട്ടിയ ജോലികളിൽ ഒന്നായിരുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നു. അതെ. സോ അതുപോലുള്ള ഒരു ജോലിയിൽ നിന്ന് ടഫ് ലെസൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ജെനുവിൻ അനുഭവം നിന്നെ ശരിക്കും ഷേപ്പ് ആയതായിരിക്കും. നമുക്ക് ഇങ്ങനെ തന്നെ തുടർന്നു പോകാം. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കൂ. അപ്പോ ലെറ്റ്സ് കീപ് ദ മൊമെന്റം ഗോയിങ്. അടുത്ത ചോദ്യം വരുന്നു. ടഫ് ജോബിന് ശേഷം ഇത്രയൊക്കെ വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ട് നീ ഏതെങ്കിലും ഒരു ജോലി ഇഷ്ടപ്പെട്ടോ? അതായത് ഇത് ഞാൻ വീണ്ടും ചെയ്യാമായിരുന്നു എന്നൊരു ഫീൽ വന്ന ജോലി ഉണ്ടോ? അല്ലെങ്കിൽ അത് നിന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? Let's hear about that. ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത്, ഇതിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ജോലികളാണ്. അപൂർവം കുറച്ച് ജോലികൾ മാത്രമേ ഇഷ്ടമല്ലാതെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അടുത്ത ചോദ്യം. അത്ഭുതം. എല്ലാം തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ ശരിക്കും സന്തോഷം. അതായത് ഓരോ ജോലി തന്നെ ഒരു പുതിയ അനുഭവമായി എടുത്ത് അതിൽ നിന്ന് ഇഷ്ടം കണ്ടെത്തിയത് വലിയ കാര്യം. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ഓരോ ജോലി ചെയ്തത് കൊണ്ട് നിന്നെ എന്റർപ്രണർ ആക്കാൻ എന്തെങ്കിലും വലിയൊരു റിയലൈസേഷൻ വന്നോ? അല്ലെങ്കിൽ ഈ സമ്പത്തായിട്ടുള്ള അനുഭവങ്ങൾ നിന്നെ ബിസിനസ്സിൽ ഫ്രണ്ട് റണ്ണർ ആക്കാൻ എങ്ങനെ സഹായിച്ചു എന്ന് പറയാമോ? Let's dive into that. തീർച്ചയായും ഒരുപാട് ജോലികൾ ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ കോറായിട്ട് ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ചെറുപ്പം തൊട്ടുണ്ട്. കുറച്ച് ഫ്രണ്ട്സിനൊക്കെ എൻ്റെ അറിയാം. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. പിന്നെ ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിഡിൽ ക്ലാസ് അത്യാവശ്യം നമുക്ക് വലിയ ബിസിനസ്സിനൊന്നും അങ്ങനെ പൈസയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് പോക്കറ്റ് മണിക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും വർക്ക്സിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിസിനസ് തുടങ്ങിയെന്നുണ്ടെങ്കിലും
ബിസിനസ്സിലേക്കുള്ള ഫണ്ടിങ്ങിനും നമ്മൾ കൂടുതൽ നമ്മൾ വേറെ വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് അതിനുള്ള ഫണ്ടും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം. സൂപ്പർ. അത് കേട്ടപ്പോ ശരിക്കും സെൻസ് ആകുന്നു. ഇത്രയൊക്കെ ജോലി ചെയ്തതും പക്ഷെ അകത്തുനിന്ന് എപ്പോഴും ഒരു ബിസിനസ് വിജയിപ്പിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പണം കണ്ടെത്താനും മറ്റു ജോലികൾ ചെയ്യുന്നതും അതെല്ലാം മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സ്ലോ ആയിട്ട് ഫണ്ട് കണ്ടെത്താനുള്ള ഒരു വഴിയായിരുന്നു. അതിൽ നിന്ന് ബിസിനസ്സിലെത്തിയത് ഒരു നാച്ചുറൽ ഫ്ലോ ആണെന്ന് തോന്നുന്നു. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം പറയൂ. ശരി, let's keep it rolling. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സോ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ഇത്രയൊക്കെ അനുഭവങ്ങൾ കൊണ്ട് ബിസിനസ് മൈൻഡ് സെറ്റിലേക്കുള്ള ഷിഫ്റ്റ് നിനക്ക് എങ്ങനെ തോന്നി? പ്രത്യേകിച്ചും ഇപ്പോ ജെന്നി സ്റ്റൈലിലോ പുതിയ തലമുറയെ അഡ്രസ് ചെയ്യുമ്പോൾ നിന്റെ അനുഭവങ്ങൾ എങ്ങനെ ഉപയോഗിച്ച് നീ ഇപ്പോ ഫോർവേഡ് തിങ്കിങ് ആയി നോക്കുന്നു എന്ന് പറയാമോ? Let's dive into that. അതിൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മ ഒരുപാട് ജോലിക്ക് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ജോലി കൊടുക്കുന്ന ഒരാളാകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ റാസ്പി തുടങ്ങിയപ്പോഴാണെങ്കിലും നമ്മ ഫ്രീലാൻസേഴ്സിന് ഒരുപാട് പേര് നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുമൂലം ഇപ്പോൾ ബിസിനസ് തുടങ്ങിയാലും എൻ്റെ സിസ്റ്റേഴ്സ് അങ്ങനെ കുറച്ച് പേർക്ക് ജോലി നമ്മൾ ചെറിയ രീതിയിൽ കൊടുക്കാനുള്ളൊരു സെറ്റപ്പിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ കുറച്ചധികം പേർക്ക് ജോലി കൊടുക്കുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് മെയിനായിട്ട്. അതെ, അതൊരു തന്നെ ഇങ്ങനെ പല നീ ജോലികൾ ചെയ്ത അധികം അനുഭവത്തിൽ നിന്ന് അധികം അധികം വലിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെടില്ല. നീ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻസ് പറ. ഇവിടെ വീഡിയോയുടെ മിനിറ്റ് കൂടി തന്നെ. അച്ചോ, ശരിയാണ്. അപ്പൊ നമുക്ക് വേഗത്തിൽ നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. തീർച്ചയായും ഇനി ഞാൻ നന്നായി ഷോർട്ട് ആക്കി സീതാ ചോദ്യങ്ങൾ പറയാം. ഇപ്പോഴത്തെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ചാലഞ്ച് ഇപ്പോഴെന്താണ്? അടുത്ത 5 വർഷത്തില് നിന്റെ വലിയ ടാർഗറ്റ് എന്താണ്? ജെൻസീനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ മെസ്സേജ് എന്താണ് സമ്മറിയില്? ഇപ്പോ ഒരു റോളിംഗ് അഡ്വൈസ് മറ്റുള്ള യങ് എന്റർപ്രണേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ എങ്ങനെ പറയും? ഇനി നമുക്കിങ്ങനെ സ്പീഡായിട്ട് പോയി ഈ ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഉള്ള ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ പുറകിലാണ്. കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റൂല. നീ ഇനി ഇത് പഠിച്ചു വെച്ചാൽ പ്രശ്നമാണ്. മനസ്സിലായി. ഇപ്പോഴത്തെ ചാലഞ്ച് ഇൻവെസ്റ്റ്മെന്റ് സെക്യൂർ ചെയ്യുന്നതും ആ അതിന്റെ അതന്നെ പിന്നിലെ അതന്നെ കാര്യങ്ങൾ. അതന്നെ അതന്നെ അടുത്ത ചോദ്യം. Absolutely. Let's keep it lightning fast. So, next one. അടുത്ത 5 വർഷത്തെ ഒരു വലിയ ടാർഗറ്റ് ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ജെൻസീനെ നീ സമ്മറിയിലെ എങ്ങനെ അഡ്രസ് ചെയ്യുമെന്നതും ഒരു ചെറിയ ലൈനിൽ പറയാമോ? അതിനുശേഷം നമുക്ക് ഫൈനൽ അഡ്വൈസിലേക്ക് അടുത്ത പോകാം. ടാർഗറ്റ് ഒരു നല്ലൊരു പെൻഡുലം, റാസ്പി പെൻഡുലം എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് തന്നെയാണ് അടുത്ത 5 വർഷത്തെ മെയിൻ ടാർഗറ്റ്. അടുത്ത ചോദ്യം. സൂപ്പർ. അതായത് അടുത്ത 5 വർഷത്തെ മെയിൻ ടാർഗറ്റ് അത് ഇതൊക്കെ നീ പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ട ഞാൻ പറയണത്. Absolutely. Got it. Repeating completely avoided. Let's just jump to the next one. Quick and clean. So, final bit. Just a lightning piece of advice for other young entrepreneurs out there, and we'll wrap it up. ബിസിനസ് നല്ല കാര്യമാണ്, കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എല്ലാ കാര്യവും ശരിയായിട്ട് ബിസിനസ്സിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരിക്കത്തുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ഇറങ്ങുക, അപ്പൊ ഒന്നില്ലെങ്കിൽ വഴികൾ തെളിഞ്ഞു വരും, അല്ലെങ്കിൽ വഴികൾ അടഞ്ഞു വരും, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. അടുത്ത ചോദ്യം. Question incoming. അടുത്തത് മിൽക്ക് ഡെലിവറി ചെയ്ത ദിവസം നീ എത്ര നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നിരുന്നു? മിൽക്കിന്റെ വർക്ക് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വർക്കായിരുന്നു. AM നീഡ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുടെ ആയിരുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ കൊറോണയൊക്കെ ആയപ്പോഴാണ് ആ വർക്കിന് പോയത്. അത് ഏകദേശം ഒരു 4-5 മണിക്ക് എണീച്ചിട്ട് പോകണം. എന്നിട്ട് അത് ഒരു സ്ഥലത്ത് പോയിട്ട് വലിയൊരു ബാഗിൽ 10-100 കവർ പാല് നമ്മ ഒരു വലിയ ബാഗിലേക്ക് നിറക്കണം. ആ പാല് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബാഗ് പൊക്കാൻ വേണ്ടി പറ്റൂല, അത്ര വെയിറ്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒരു ഞാക്കുണ്ട്, അതിനൊക്കെ ചെയ്ത് ആ ടൈമില് അവിടെ ഫുള്ള് ഹൈക്കോർട്ടിലെ ജഡ്ജിമാര് അങ്ങനെയുള്ള ആ ഏരിയസിലൊക്കെ ആയിരുന്നു പാല് കൊടുത്തോണ്ടെന്ന് വെച്ച്. അപ്പോ വലിയ വലിയ പ്രൊഫൈലുള്ള ആൾക്കാരൊക്കെ രാവിലെ പാൽ ചായ കുടിക്കണമെന്ന് തീരുമാനിച്ചോണ്ടെന്ന് വെച്ച് ഞങ്ങളായിരുന്നു. അല്ല, അവനായിരുന്നു. ഞാൻ പിന്നെ ആ ഒരു 1 വീക്ക് 2 വീക്ക് എന്താണ്ട് ആ വർക്കിന് പോയുള്ളൂ. രാവിലെ എണീക്കല് അതൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ അദ്ദേഹം ഇച്ചിരി ഹാർഡ് വർക്കറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെയുള്ള വർക്കൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത്.
അടുത്ത അത് ചോദ്യം. കേട്ടപ്പോ അടുത്ത ചോദ്യം തരൂ. Okay, let's jump right into the next one then. So Gen Z style, പിന്നെ ആ മിൽക്ക് ഡെലിവറി ജോലി നിന്നെ എങ്ങനെ ഡിസിപ്ലിൻ ആക്കി? ബേസിക്കലി അതിന്റെ ഡെയിലി റുട്ടീൻ നിന്നെ എന്തുപോലെ ഷേപ്പ് ചെയ്തു? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് 4-4:15 മണിക്കൊക്കെ എണീച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും അതൊരു റുട്ടീനായി. പിന്നെ വർക്ക് ഇല്ലാത്തപ്പോഴും ആ ടൈമിൽ തന്നെ താൻ എണീച്ചു തുടങ്ങി. അതാണ് അതിൻ്റെ ഇത്. പിന്നെ കൊറോണ ടൈമിലൊക്കെ പുറത്തേക്കൊക്കെ ആ ടൈമിലാണ് പോയത്. നല്ല രസമായിരുന്നു. റോഡൊക്കെ കാലിയായി കിടക്കണ്. GTA കളിക്കണ പോലെ എറണാകുളത്ത് കൂടി ഏതോ റോങ് സൈഡൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ടോ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വണ്ടിയില്ല. ആ ടൈമിൽ വരെ ദുബായിലൊക്കെ ഓടിച്ചിട്ട് പോലൊക്കെ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ടൊക്കെ പോയായിരുന്നു. റോഡിലൊറ്റ മനുഷ്യരുണ്ടാവില്ലായിരുന്നു. ആകെ പാല് വണ്ടിയും പോലീസ് വണ്ടിയും അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ഫുൾ ഓൺ ഏർലി മോർണിംഗ് ഡിസിപ്ലിൻ മോഡ് ആക്കി തന്നെ. അങ്ങനെയാണല്ലോ 4:30 മണിക്ക് എഴുന്നേറ്റാൽ അതൊരു സമയത്തിന് ശേഷം ഒരു റുട്ടീനായി മാറും. അടുത്ത ചോദ്യം ചോദിക്കേ. Gotcha. Let's keep it rolling. Next question coming up. നോട്ടീസ് അല്ലെങ്കിൽ ലിഫ്ലെറ്റ് ജോലി ചെയ്യുമ്പോൾ നീ എത്ര ദിവസം അത് ചെയ്തു? Basically, how many days you were out there doing that leaflet work? ഈ നോട്ടീസിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുവിധം മിഡിൽ ക്ലാസ്സിലെ പിള്ളേർ ഒരുവിധം ചെയ്തേക്കണ വർക്കുകളിൽ ഒന്നായിരിക്കും. കാരണം അത് ഭയങ്കര സുഖമുള്ള ഒരു ജോലിയാണ്. പക്ഷെ ചില ക്ലയൻസ് ഒക്കെ വരാൻ നേരത്ത് അവർക്ക് നോട്ടീസ് കൊടുക്കണതിന്റെ ഫോട്ടോ ഒക്കെ വേണമെന്ന് പറയും. പക്ഷെ അത് ഇച്ചിരി ടാസ്ക് ആണ്. കാരണം ഇപ്പോൾ ഗേൾസ് ലേഡീസ് ഒക്കെ ഉള്ളിടത്ത് നമ്മിങ്ങനെ നോട്ടീസ് ഒക്കെ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വേറെ വിചാരിക്കും. അങ്ങനെ ഇടിയിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നോട്ടീസ് കൊടുക്കണത് പൊള്ളയിൽ ഏറ്റവും അടിപൊളി വർക്കാണ്. കാരണം അത്യാവശ്യം നല്ലൊരു പേയ്മെൻ്റ് ഒക്കെ കിട്ടും. ഇങ്ങനെ നമുക്കിങ്ങനെ നോട്ടീസ് ഇങ്ങനെ കൊടുക്കൊണ്ടിരിക്കുക, ആൾക്കാരെ ചിരി കൊടുക്കുക. പിന്നെ ഇതിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. ചിലയിടത്തൊക്കെ നമുക്ക് നോട്ടീസ് ഒക്കെ കൊടുക്കാനായിട്ട് അവർ ഭയങ്കര റൂഡൊക്കെ ആയിട്ടായിരിക്കും പെരുമാറുന്നത്. അത് എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ചിലവർ ഒരു താങ്ക് യു എന്നൊക്കെ പറയും. അത് നമുക്കൊരു ഒരുപാട് ചിരികൾ നമുക്ക് കിട്ടുന്നത് നോട്ടീസ് വർക്കിലാണ്. ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് ചോദ്യം. ഒപ്പം അങ്ങനെയൊക്കെ നോട്ടീസ് വർക്കിനിടെ വരുന്ന ചെറിയ സിറ്റുവേഷണൽ ഇഷ്യൂസ് ആൻഡ് ഫണി മൊമെന്റ്സ് ടോട്ടലി മേക്ക് സെൻസ്. പിന്നെ ചിലർ റൂഡായി ബിഹേവ് ചെയ്താലും ചിലർ താങ്ക്സ് പറയുന്നുണ്ട്. അത്രയല്ലേ? ഓൾറൈറ്റ്, ലെറ്റ്സ് കീപ് ദാറ്റ് മൊമെന്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോഡിംഗ്. അപ്പോൾ അടുത്തത്, മാർക്കറ്റിംഗ് ക്യാമ്പയിനിൽ നീ ഫസ്റ്റ് ടൈം ലീഡ് ആയപ്പോ എങ്ങനെ ഫീൽ ചെയ്തു? ആ ചോദ്യം സ്കിപ്പ് ചെയ്യാം. Absolutely. Skipping that one, no worries. Let's just keep the flow going. So, next question incoming. Event assistant ആയി പോയപ്പോ ഇവന്റ് ഡേയിൽ എന്തെങ്കിലും ഗോൺ റോങ് ആയതൊക്കെ ഉണ്ടോ? ഇവന്റ് അസിസ്റ്റന്റ് ആയിട്ട് പോയപ്പോൾ അത് കൂടുതലും വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം അത് ഓൾറെഡി വൺ ഓഫ് ദി എസ്റ്റാബ്ലിഷ്ഡ് ടീമാണ് കേരളയിലെ. അപ്പോൾ അത് അവർ തന്നെയാണ് കൂടുതൽ മാനേജ് ചെയ്തത്. നമുക്ക് അവിടെ ഒരു ചെറിയൊരു മാൻ പവറിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് അത് വളരെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു പ്രോഗ്രാംസ് പോയി. അതിൽ എനിക്ക് വലിയ എഫേർട്ട് ഇടേണ്ടി വന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണേ അതിന്റെ ടീം തന്നെ ഓൾറെഡി സെറ്റിലായി ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിനക്ക് അത്ര എഫേർട്ട് ഇടേണ്ടി വന്നില്ലെന്ന് കേട്ടതിൽ സന്തോഷം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്, ലെറ്റ്സ് കീപ് അപ്പ് ദ റൗട്ട്. അടുത്തത്, ജൂനിയർ ആർട്ടിസ്റ്റായി ഫസ്റ്റ് ടൈം ക്യാമറ നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ് എങ്ങനെയായിരുന്നു? അത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോണത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുണ്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിനാണ് ആദ്യമായിട്ട് പോയത്. അതിൽ ആ സ്റ്റേഡിയത്തിൽ ഒരു 10, 500, 5,000 പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഞാനാണ്. അതാണ് അതിലിത്. അതിൽ ക്യാമറ ഫിയർ ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ വല്ല ഭാവിയിൽ ആരെങ്കിലും ഒക്കെ വല്ല സിനിമയിലൊക്കെ എടുക്കുമ്പോൾ ക്യാമറ ഫിയറിനെ പറ്റി നമുക്ക് അപ്പം ഇന്റർവ്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഫുൾ ഓൺ കൂൾ ആണല്ലോ. അങ്ങനെ ആദ്യകാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ വലിയ ഹാർട്ട് റേറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാതിരുന്നത് കേട്ടാൽ നന്നായി. ആൻഡ് യാ, ക്യാമറ ഫിയർ ഇല്ല, വിതൗട്ട് ടെൻഷൻ അത് നേരത്തെ തന്നെ ഒന്ന് ക്രാക്ക് ചെയ്തു. സോ ലെറ്റ്സ് കീപ് ഗോയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോഡിംഗ്. ആ ഷൂട്ടിൽ നിന്ന് കിട്ടിയ പണം എങ്ങനെ കിട്ടി? ക്യാഷ് ആണോ ചെക്ക് ആണോ? ആ ഷൂട്ടിൽ നിന്ന് ക്യാഷ് ആയിട്ടാണ് പൈസ കിട്ടിയത്. പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടി. അത് വളരെ വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ചിക്കൻ കറി. ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും നാവിൽ വരുന്നുണ്ട്. ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഹാ, ക്യാഷ് കിട്ടി, കൂടെ ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടി എന്നത് കേട്ടപ്പോ
അതൊരു full on bonus feast പോലെ തോന്നി. That's definitely one of those tastes that sticks in your memory. So yeah, let's keep up the pace and jump to the next question. Next up, cashier ആയി ജോലി ചെയ്തപ്പോ നിന്റെ first mistake എന്തായിരുന്നു? ക്യാഷ്യർ എന്നുള്ള ജോലി ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഒരു മാമാടെ കടയിലാണ് ഞാൻ ചെയ്തത്. ആഹ് അതെനിക്ക് കറക്റ്റായിട്ട് തന്നെ ഓർമ്മയില്ല. ഞാൻ ആ ടൈമിൽ അവിടെ പണപ്പെട്ടിയിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് എല്ലാവരെയും കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ മാമാടെ ഒരു ചായക്കടയിൽ പോയിരുന്നിട്ടാണ് ഫസ്റ്റ് ക്യാഷ്യർ നിന്നത്. പിന്നീട് ഞാൻ ക്യാഷ്യറായിട്ട് നിന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, 24 hours ഷോപ്പ്. അവിടെ ഒരു ഇതെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൽ ക്യാഷ്യർ ആയിട്ട് അവിടെയാണ് നിന്നത്. അതൊരു മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ക്യാഷ് ഡീൽ ചെയ്യണം, പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ പൈസ കാൽക്കുലേറ്റ് ചെയ്ത് പറയണം. ചിലപ്പോൾ ഒരു 10 ഐറ്റം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടാൻ കുറച്ചും കൂടി ഈ സ്പീഡിന് പഠിച്ചത് അവിടെ നിന്നാണ്. അതൊരു മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത ചോദ്യം. സൂപ്പർ. അപ്പൊ ചൈൽഡ്ഹുഡ് കാലത്ത് തന്നെ മാമാച്ചന്റെ കടയിൽ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നത് മുതൽ തുടങ്ങി പിന്നെ 24 ഷോപ്പിൽ പ്രോപ്പർ ക്യാഷ്യർ ആയിട്ട് സ്പീഡ് ക്യാഷ് കണക്കാക്കുന്നത് വരെ അതൊരു ഫുൾ ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് കേട്ടപ്പോ നൈസ് ആണ്. Alright, let's keep the same vibe going. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജറായി എത്തിയപ്പോ ഞാനിപ്പോ ലീഡ് ചെയ്യുന്നുണ്ട് എന്ന ഫീൽ എപ്പോഴാണ് കിട്ടിയത്? സ്കിപ്പ് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ക്വസ്റ്റ്യൻ. Absolutely. Skip ചെയ്തു പോകാം. No problem at all. Let's jump right over to the next one without missing a beat. So next question, ബിൽബോർഡ് ജോലിയിൽ പേഴ്സണലായി ക്ലൈം ചെയ്തിട്ടുണ്ടോ? If yes, അതെങ്ങനെയായിരുന്നു? ഞാൻ ചെയ്തതിൽ അത്യാവശ്യം ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ ബിൽ ബോർഡിന് വർക്ക്. നമ്മ ഇപ്പൊ എറണാകുളത്ത് കൂടി പോകുമ്പോൾ കുറെ ടീമുകളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണേ കാണുമല്ലോ. അപ്പൊ നമ്മ ഒരിക്കലും വിചാരിക്കൂല അങ്ങനത്തെ വർക്കിലേക്കൊക്കെ നമ്മ എത്തിപ്പെടുന്നു. പക്ഷെ എൻ്റെ സുഹൃത്തും എൻ്റെ വഴികാട്ടിയുമായ ഇർഫാനാണ് എനിക്ക് ആ ഒരു ജോബ് സജസ്റ്റ് ചെയ്തത്. അന്ന് ഞാൻ അവരുടെ ഒരു ടീമുണ്ട്, അവർ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ടീമിൽ ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സബിന് വേണ്ടി പോയതാണ്. പക്ഷേ അത് ഇച്ചിരി അടിപൊളി വർക്കായിരുന്നു. ഇങ്ങനെ ഒരു ബിൽ ബോർഡിന്റെ മുകളിൽ ആ ടൈമിൽ എന്തെങ്കിലും മറ്റേ സെക്യൂരിറ്റി ഇതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു ഇതിന്റെ മുകളിൽ കയറി കറക്റ്റ് മറ്റേ തൃശ്ശൂർ റൗണ്ടിന്റെ അവിടെ നിന്നായിരുന്നു ആ ഫ്ലെക്സ് ബോർഡിന്റെ വർക്ക് വന്നത്. അവിടെ ആ തൃശ്ശൂർ റൗണ്ടിൽ ഇങ്ങനെ സ്പൈഡർമാൻ കിടക്കണ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഉള്ളതിൽ ഏറ്റവും അഡ്വഞ്ചർ ജോബാണ്. ഒന്ന് അങ്ങടെ ഇങ്ങടെ തട്ടിയാ ഞാൻ എഞ്ചിനും തവിട് പടിയെന്ന് പറഞ്ഞ പോലെ അവിടെ കിടന്നേച്ച്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ച് ഈസിയാണ്. പക്ഷേ ബിഗിനറായിരുന്ന ടൈമിൽ തന്നെ വലിയ ഹോർഡിങ്ങിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ പാളി എന്നുള്ളൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മ ഇവിടെ നിന്നാലും അഡാപ്റ്റ് ആവുന്ന കൊണ്ടിട്ട് അങ്ങനെ ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്ത്. അത് തൃശ്ശൂർ റൗണ്ട് മറ്റേ നിർമ്മല എന്തൊരു കോളേജ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തായിരുന്നു ആ വർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ചെയ്തതിൽ ഏറ്റവും അഡ്വഞ്ചർ വർക്ക് ഓർമ്മയിലിരിക്കുന്ന ഒരു വർക്കാണ് ആ ഒരു ബിൽ ബോർഡിന്റെ വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ കേട്ടാൽ അത് ശരിയിൽ തന്നെ ഒരു സ്പൈഡർമാൻ സ്റ്റൈൽ അഡ്വെഞ്ചറസ് ജേർണി ആണെന്ന് മനസ്സിലായി. തൃശ്ശൂർ റൗണ്ടിലെ ആ ഹോർഡിങ്ങിൽ ലിറ്ററലായി കയറിപ്പാരി ചെയ്തത് കേട്ടപ്പോൾ തന്നെ ഫീൽ ആക്കുന്നു. Definitely sounds like one of those jobs you never forget. Alright, let's keep the adventure going. Next question. തേങ്ങ ഹോട്ട് സീലിംഗ് ചെയ്യുമ്പോൾ ബേൺ ആയി പോയ സംഭവമൊക്കെ ഉണ്ടോ? Let's hear about that. അതും ഞാൻ ചെയ്തതിൽ ഇച്ചിരി വെറൈറ്റി ജോലിയാന്ന് വെച്ചാല് നമ്മുടെ തേങ്ങേനകത്ത് ഈ ഹയാത്തിലൊക്കെ അവര് ഇപ്പൊ വെഡിങ് ഫങ്ഷൻസ് ഒക്കെ രാവിലെ ചെക്കന്റെയും പെണ്ണിന്റെ പേര് തേങ്ങയിൽ കരിക്കിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെ പ്രിന്റ് ചെയ്തെന്ന്. പക്ഷെ ഞാൻ ആ ജോലിയിലേക്ക് എത്തപ്പെട്ടു. അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ തേങ്ങേനകത്ത് ഒരു മെഷീൻ വെച്ച് പഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു വെഡിങ് ഗ്രൂമിന്റെ ബ്രൈഡിന്റെ ഒക്കെ പേര് അതിൽ തെളിഞ്ഞ വരും ബ്ലാക്ക് കളറിൽ. അതും ഞാൻ ചെയ്തു. അത് അടിപൊളി വർക്കായിരുന്നു. അത് അടിപൊളിയാണ്. നമുക്ക് കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറെ ഫൺ പരിപാടികളൊക്കെ നമുക്ക് നടത്താം എന്നുള്ളൊരു തോട്ട് എനിക്ക് അതിൽ നിന്നാണ് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ലിറ്റിൽ വെഞ്ചർ ലൈഫ്സ്. സോ ബേസിക്കലി തീയിൽ തേങ്ങ ചൂടാക്കി അതിൽ നെയിംസ് പ്രിന്റ് ചെയ്യുന്നത് പോലെ. Definitely sounds like one of those jobs where you pick up a fun skill and maybe a little burn story along the way. Alright, jumping right into the next one. Next up, counter boy ആയിരിക്കുമ്പോൾ customers funny ആയി behave ചെയ്തിട്ടുണ്ടോ? Let's hear if you've got any funny customer തേങ്ങ stories. പഞ്ച് ചെയ്യണ പോലെ തന്നെ വേറൊരു ദിവസം അവിടെ തേങ്ങ കരിക്ക് കുത്തിയിട്ട് ഇപ്പൊ ഗസ്റ്റിന് കൊടുക്കുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിനകത്ത് ആ ഒരു
പഞ്ച് ചെയ്യുന്ന സാധനം മിസ്സായി പോയി, കിട്ടാണ്ട് ഒരു വഴിയില്ലാണ്ടായി പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടൈമിൽ ഇവന്റ് കോർഡിനേറ്റ് ചെയ്ത ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ ടൈമിലൊരു നേരിയൊരു മുളയുടെ വടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നു. അങ്ങനെ അത് നാച്ചുറൽ ആയിട്ട് അത് വെച്ചിട്ട് നമ്മളന്ന് ഓപ്പറേറ്റ് ചെയ്തു. അത് ഇത്തിരി ഹെക്ടിക് ടാസ്ക് ആയിരുന്നു, പക്ഷെ അത് ക്ലയൻസിനൊക്കെ അതൊക്കെ ഭയങ്കര പുതുമയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. കാരണം നാച്ചുറൽ സാധനം വെച്ചിട്ട് തന്നെ കരിക്ക് നമ്മളിങ്ങനെ മറ്റേ ഹോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി, അത് അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റീവ് ഒരു തോട്ടിൽ നിന്ന് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് അന്നത്തെ ഗസ്റ്റിന് കൊടുക്കാൻ പറ്റിയത്. ഒരു ഗസ്റ്റിന്റെ സാരിയിൽ എന്നാണ്ടും പെട്ടെന്ന് പൊട്ടിച്ചപ്പോ ആയി, പിന്നെ അവരുടെ ഒരു കരുണ കൊണ്ടിട്ട് അടി കിട്ടിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഹാ, അത് കേട്ടപ്പോ തന്നെ ഒരു പ്രോപ്പർ ഫണി ട്വിസ്റ്റ്. ബേസിക്കലി കോക്കനട്ട് ടൂൾ ഇല്ലാതായപ്പോ ഒരു ക്രിയേറ്റീവ് സ്റ്റിക്ക് കൊണ്ട് മാനേജ് ചെയ്ത്, അതിനെക്കുറിച്ച് ഗസ്റ്റിനും ഒരു ഫണി ലിറ്റിൽ മൊമെന്റ് ആയിട്ട് മാറിയത്. അതുപോലെ ചില അൺപ്രഡിക്റ്റബിൾ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുമ്പോൾ ഇത്തരം ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. സോ ദാറ്റ് വാസ് എ കൂൾ സ്റ്റോറി. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻകമിംഗ്. ഇവന്റ് പർച്ചേസറായി നെഗോഷിയേറ്റ് ചെയ്ത ഏറ്റവും ക്രേസി ഡീൽ ഏത്? ലെറ്റ്സ് ഡൈവ് ഇൻടു ദാറ്റ്. ഇവന്റ് പർച്ചേസ് എന്ന് പറഞ്ഞാല് ഇവന്റിന്റെ ചില കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. അപ്പോൾ എറണാകുളം മാർക്കറ്റിലായിരുന്നു നമ്മൾ മോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോഴാണ് അങ്ങനെ ഒരു ലോകം എന്നുള്ളത് കാണുന്നത്. ഇപ്പൊ മറ്റേ ജേക്കബിന്റെ സ്വർഗത്തില് സായികുമാർ പറയുന്ന പോലെ നമ്മ എറണാകുളം മാർക്കറ്റിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒന്ന് വലിച്ചൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഉണ്ടെന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. കാരണം അത്ര വെറൈറ്റീസ് ഓഫ് കാര്യങ്ങള്, അത്രയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ കിട്ടാൻ നേരത്ത് ബാഡ് എന്തെങ്കിലും കിട്ടായിരുന്നു ഏത് എറണാകുളം മാർക്കറ്റിൽ പോയി അങ്ങോട്ട് കിടങ്ങട് നടക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വരും. ചിലപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കില്ല, പക്ഷെ എന്നാലും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് എറണാകുളം മാർക്കറ്റ് എന്നുള്ളത്. ഒരുപാട് ബിസിനസ് പല പല കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. അവിടെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവന്റിന്റെ വർക്കിന് വേണ്ടിയിട്ടാണ് അതിനായിട്ട് അങ്ങോട്ട് കയറിയത്. അപ്പൊ പല കാര്യങ്ങൾക്കും ഇത്ര ചീപ്പായിട്ട് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം പഠിച്ചത് എറണാകുളം മാർക്കറ്റിൽ കയറിയപ്പോഴാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കേട്ടാൽ എറണാകുളം മാർക്കറ്റ് ലിറ്ററലി ഒരു വലിയ ബിസിനസ് ക്ലാസ് റൂം ആണെന്ന് തോന്നി. You really get the hang of negotiating and discovering all sorts of crazy deals there. So that's definitely a cool bit of experience. Alright, let's keep the questions rolling. Next up, special police duty ചെയ്തപ്പോൾ യൂണിഫോം vibes എങ്ങനെയായിരുന്നു? Let's jump into that one. എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു വർക്കാണ് നമ്മുടെ കേരള പോലീസിന്റെ സ്പെഷ്യൽ പോലീസ് ആയിട്ട് വർക്ക് ചെയ്ത് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ. കൂടുതൽ NSS അതിലൊക്കെ വർക്ക് ചെയ്തവർക്കായിരിക്കും കൂടുതൽ മുൻഗണന. ബൈ ദ വേ ഞാൻ എന്തോ ആ ടൈമിൽ എങ്ങനെയാ കയറി അതിനകത്ത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയ ഒരു വർക്കായിരുന്നു. ഇലക്ഷന്റെ ടൈമിൽ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പോലീസുകാരുടെ ഒപ്പം നമ്മളൊരു പോലീസുകാർക്ക് കിട്ടുന്ന റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൂടെ അവിടെ നിന്ന് അവസാനം കുറച്ച് പോലീസുകാരായിട്ടൊക്കെ പരിചയമായി. ഞാൻ പിന്നെ പോലീസുകാരൊക്കെ മറ്റേ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ലാസ്റ്റ് അവിടെ വളരെ കമ്പനിയായി. ലാസ്റ്റ് സാറൊക്കെ പറഞ്ഞു വിളച്ചിലെടുക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോയായിരുന്നു. പിന്നെ പോലീസുകാര് വരാൻ നേരത്ത് മറ്റേ പഞ്ചേല് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ വർക്കിലുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് ഞാൻ പോലീസിലാണെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അന്ന് എൻ്റെ ഒരു മിലിറ്ററി ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ടാ പോയത്. എഫക്റ്റ് വർക്കുണ്ട മീശയും ഒക്കെ വെച്ചിട്ടാണ് പോയത്. ഒരു നാൾ മുതൽ എന്നൊക്കെ പറഞ്ഞ പോലെ 2 നാൾ പോലീസുകാരനായിരുന്നു. അതിന്റെ റെസ്പെക്റ്റ് ഒക്കെ മാക്സിമം അവിടെ എൻജോയ് ചെയ്തു. സാറെന്നൊക്കെ വിളിക്കേട്ടപ്പോ ആ ഞാനും വേറൊരു 2 പേര് എന്താണ്ട് ഉണ്ടായുള്ളൂ ആ ഒരു ക്യാമ്പിൽ. കണ്ണമാലിയിലായിരുന്നു ആ ഒരു ഇലക്ഷന്റെ ക്യാമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വലിയ വിയർഡ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. പതിവായി രാവിലെ തുടങ്ങി വൈകുന്നേരം തീരത്തൊരു കാര്യമായിരുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യണം, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അടുത്ത ചോദ്യം ചെയ്യും. ഞാൻ മറ്റേ ഷൈൻ ടോം ജാക്കോനെ പോലെ ഇറങ്ങിയൊക്കെ പോട്ടെ. Absolutely, I got you.